എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി ഇൻസ്റ്റന്റ് ആയിട്ടുള്ള പിസയാണ് കേട്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പിസ ഉണ്ടാക്കാറ് ചീസ് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ അതേപോലെ എഗ്ഗൊക്കെ വെച്ചിട്ടാണ് സാധാരണ നമ്മൾ പിസ ഉണ്ടാക്കാറ്. എന്നാൽ ഈ ഒരു പിസയുടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചീസിൻ്റെയോ മുട്ടയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെയോ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ നല്ല ക്രീമി ആയിട്ട് നല്ല യമ്മി ആയിട്ടുള്ള പിസ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ നല്ല കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു ചീസില്ലാത്ത വളരെ യമ്മി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പിസ്സ എങ്ങനെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഈ ഒരു പിസ്സ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഇതുപോലുള്ള ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസോളം വരുന്ന മൈദയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൈദയുടെ അളവ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, കാരണം ഓരോ വീട്ടിലും ആളുള്ളതിനനുസരിച്ച് നമ്മൾ പിസ്സ കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കറക്റ്റ് 1.5 ഗ്ലാസോളം വരുന്ന മൈദ. അത് നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് 3/4 ടീസ്പൂണോളം വരുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈസ്റ്റാണ്. ഇതിപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഈസ്റ്റ് ആയത് കാരണം ഞാൻ ഈ ഒരു പൊടിയിലോട്ട് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഡ്രൈഡ് ആയിട്ടുള്ള ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ ഒരു 1/4 ഗ്ലാസോളം വരുന്ന ഇളം ചൂടുവെള്ളത്തിൽ 1/2 ടീസ്പൂണോളം വരുന്ന ഡ്രൈഡ് ഈസ്റ്റും അതേപോലെ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതൊരു 5 മിനിറ്റിന് ശേഷം നന്നായിട്ട് പുളിച്ചങ്ങോട്ട് പൊങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ മൈദയിലെ മാവിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ടീസ്പൂണോളം വരുന്ന പഞ്ചസാരയാണ്. അതിപ്പോൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാര അല്ലാന്നുണ്ടെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഒരു മാവിനാവശ്യമായിട്ടുള്ള ഒരു നുള്ളുപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇതുപോലുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ കയ്യിലുള്ള സ്പൂണോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഈസ്റ്റും പഞ്ചസാരയും ആ ഒരു ഉപ്പൊക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇനി ഈ ഒരു മൈദയുടെ മാവ് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം കേട്ടോ. കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇളം ചൂടുന്ന ഒരുപാട് ചൂടുണ്ടാവാൻ പാടില്ല. നമുക്ക് കൈയൊക്കെ കുത്താൻ പാകത്തിലുള്ള ഒരു ഇളം ചൂടുള്ള വെള്ളം മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി മാവിനേക്കാളും ഒരു ഇച്ചിരി ഒന്ന് ലൂസായിരിക്കണം നമ്മുടെ പിസയുടെ മാവ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കുഴച്ചിട്ടെടുക്കാം. ഇതുപോലുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നീറ്റായിട്ടുള്ള ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ ഇത് ഈ ഒരു മാവ് നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി അങ്ങോട്ട് വന്നോളും. അപ്പോൾ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു സമയത്തേക്ക് ഒട്ടും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ഓയിൽ നമുക്കൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കാം. ഈ ഒരു മാവിൽ മാത്രമല്ല, നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ സൈഡിലും അടിയിലും ഒക്കെ നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് വേണം നമ്മളിത് റെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചുരുങ്ങിയത് ഒരു 2 മണിക്കൂർ ഈ ഒരു മാവ് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ ഒരു പിസ്സയ്ക്ക് ആവശ്യമായിട്ടുള്ള പിസ്സ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. എളുപ്പമാണ് കേട്ടോ അത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ഇത് ഒരു പാൻ, ഇതുപോലുള്ളൊരു പാന് ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മീഡിയം സൈസുള്ള സവാള ക്യൂബ്സ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നീളത്തിലോ നമുക്ക് അരിഞ്ഞിട്ടെടുക്കാം കേട്ടോ. അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത്, ചെറുതായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വലുതായിട്ടോ കട്ട് ചെയ്യാം. ഇത് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരുപാട് കഷ്ടപ്പെട്ട് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ മീഡിയം സൈസുള്ള തക്കാളിയും കൂടി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 കപ്പോളം വരുന്ന സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഇതാദ്യം നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ കറക്റ്റായിട്ട് വറ്റി നമ്മുടെ സവാളയും അതേപോലെ തക്കാളിയൊക്കെ നന്നായിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ആ ഒരു ചൂട് ഒന്ന് മാറി വരുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അതിലോട്ട് ഒരു 1/4 ഗ്ലാസോളം വരുന്ന ഇളം ചൂടുള്ള വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് നമുക്ക് ആദ്യം ഒന്ന് അരച്ചിട്ടെടുക്കാം.
ഇനി നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ വേവിച്ചെടുത്തിട്ടുള്ള അതേ ഒരു പാനിൽ തന്നെ 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് കറക്റ്റ് 1.5 ടീസ്പൂണോളം വരുന്ന മുളക് പൊടി നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മുളക് പൊടി എല്ലാം കൂടി അങ്ങോട്ട് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മൾ ഈ ഒരു മുളക് പൊടി ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മുടെ പിസയ്ക്ക് മെയിനായിട്ട് വേണ്ടത് ഒറിഗാനോ ആണ് കേട്ടോ. അതിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഒറിഗാനോ പലരുടെയും കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി ഇല്ലാത്തവർ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല, ഉള്ളവർ ചേർക്കുക കേട്ടോ. പിസയ്ക്ക് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ കൊടുക്കും. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു തക്കാളിയുടെയും സവാളയുടെയും ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിൽ ഒരു 1/4 ഗ്ലാസോളം വരുന്ന ഇളം ചൂടുള്ള വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ആ ഒരു മിക്സിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു മിക്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ഒരു നമ്മൾ ഈ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു പേസ്റ്റിന്റെ ആ ഒരു പച്ചച്ചവയും പച്ച ടേസ്റ്റും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നവരെ നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ഇത് കറക്റ്റായിട്ട് മാറി വരുന്ന സമയത്ത് എണ്ണ നന്നായിട്ട് അങ്ങോട്ട് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം വരെയൊക്കെ കറക്റ്റായിട്ട് ആ ഒരു പച്ച ടേസ്റ്റ് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എങ്കിലേ നമ്മുടെ പിസ്സ സോസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/4 ടീസ്പൂണോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ചേർക്കുന്ന സമയത്താണ് ഒരു ഇളം മധുരം ആ ഒരു കറക്റ്റ് പിസ്സ സോസിന് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു പിസ്സ സോസിൻ്റെ കറക്റ്റ് ആ ഒരു എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റ് ആ ഒരു പച്ച ടേസ്റ്റൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറി വരുന്ന അവസാന നിമിഷത്തിൽ കേട്ടോ ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബട്ടർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടറിൻ്റെ പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ നെയ്യ് ഉണ്ടല്ലോ, നമ്മുടെ ഗീ, അതാണെങ്കിൽ ഉപയോഗിക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു പിസയ്ക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതൊരു 1.5 ടീസ്പൂണോളം വരുന്ന ബട്ടറാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർത്ത് കൊടുക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ ഈ ഒരു വൈറ്റ് സോസിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊരു 1.5 ടീസ്പൂണോളം വരുന്ന ബട്ടർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ബട്ടർ അത്യാവശ്യം ഒന്ന് മെൽറ്റ് ആകുന്ന സമയത്ത് ഒരു ടേബിൾ സ്പൂണോളം വരുന്ന മൈദ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക മൈദ ചേർക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ആ ഒരു മൈദയുടെ പച്ച ഫ്ലേവർ കറക്റ്റായിട്ട് അങ്ങ് മാറി ബട്ടറിന്റെ ഫ്ലേവർ അങ്ങോട്ട് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നത്. ഈ ഒരു മൈദ അത്യാവശ്യം ഒന്ന് റോസ്റ്റ് ആയി തോന്നിക്കഴിഞ്ഞാൽ ഒരു 1/4 ഗ്ലാസോളം വരുന്ന പാലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്തൊക്കെ തീ എന്ന് പറയുന്നത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു മൈദയുടെ കട്ടകളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ഉടച്ചു കൊടുക്കട്ടെ ഈ ഒരു പാല്. അല്ലാന്നുണ്ടെങ്കിൽ അത് കട്ട അങ്ങനെ തന്നെ കെട്ടിയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ഈ ഒരു സമയത്ത് തന്നെ ഇതുപോലുള്ളൊരു സ്പാച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉടച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ വൈറ്റ് സോസിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂണോളം വരുന്ന പൊടിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കറക്റ്റ് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ മൈദയുടെ മാവൊക്കെ നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവായിട്ട് മാറിയിട്ടുണ്ട്. ഇത് പതുക്കെ നമുക്ക് കൈ വെച്ചിട്ട് ഒന്നും കൂടി 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇനി ഈ ഒരു മാവിൽ നിന്നും പകുതി മാവ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. പരത്തിയെടുക്കുന്നതിന് മുന്നേ ഈ ഒരു ടേബിളിൻ്റെ മുകളിലോ അല്ലാന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ കുറച്ച് മൈദ ഒന്ന് തൂക്കി കൊടുക്കുക. ഒരുപാടായി പോകണ്ട കേട്ടോ. കുറച്ച് മാത്രം ഒന്ന് തൂക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കുക. ചപ്പാത്തി മാവിലൊക്കെ പരത്തിയെടുക്കുന്ന ഒരുപാട് നൈസായി പോകണ്ട, ഇച്ചിരി കട്ടിയിൽ വേണം നമ്മൾ പിസ്സ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പിസ്സ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഇതുപോലുള്ളൊരു പാനിൽ ഓയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഈ ഒരു പാനിൻ്റെ അടിഭാഗത്തായാലും ഈ ഒരു പാനിൻ്റെ സൈഡിലായിട്ട് നന്നായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഈ ഒരു പിസ്സയുടെ മാവ് നമുക്ക് ഈ ഒരു പാനിലോട്ട് പതുക്കെ അങ്ങോട്ട് വെച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മാവിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് നമുക്ക് ഈ ഒരു മാവിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. മാവിൻ്റെ സൈഡിലോട്ടൊന്നും ആവാതെ കറക്റ്റ് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വേണം നമ്മുടെ ഈ ഏത് സോസ് ആയാലും പിസ്സയിൽ ചേർക്കുന്ന ഏത് സാധനങ്ങളായാലും കറക്റ്റ് ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വൈറ്റ് സോസും കൂടി നമ്മൾ നേരത്തെ പിസ്സ സോസ് അപ്ലൈ ചെയ്ത് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് അങ്ങോട്ട് സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് ചെറുതായിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് പിസയ്ക്ക് മെയിനായിട്ട് വേണ്ടിയിട്ടുള്ളത് ക്യാപ്സിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പല നിറത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. എനിക്കിപ്പോൾ ഇവിടെ ഈ ഒരു പച്ച കളറുള്ള ക്യാപ്സിക്കാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. അതേപോലെ സവാള ഇതായിട്ട് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ക്യാബേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാബേജ് ചേർത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് എന്താണോ അത് ചേർത്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്ത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നേരെ അതായത് അത്രയും തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു പിസയുടെ മുകളിലോട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു മാവിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിയതാണ്. ഇത് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റിൽ തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ഒരു പാനിലോട്ട് മാവ് വെച്ച് കൊടുത്ത ഉടനെ തന്നെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു മാവ് ഒന്ന് കുത്തി കൊടുക്കുക. ഈ ഒരു മാവ് ചൂടാകുന്ന സമയത്ത് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യമേ എൻ്റെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ്, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മൾ പിസ്സ സോസൊക്കെ ചേർക്കുന്നതിന് മുന്നേ വേണം ഇതങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ഞാനൊന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് വൈറ്റ് സോസ് നമുക്കിതുപോലെ അങ്ങോട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി അവസാനമായിട്ട് ഇതിലോട്ട് കുറച്ച് ഒറിഗാനോ ഒന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി മെൽറ്റ് ചെയ്തിട്ടുള്ള ഒരു 1/4 ടീസ്പൂണോളം വരുന്ന ബട്ടർ, അതായത് നമുക്ക് ചീസിന് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതാണ് കേട്ടത്. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പിസയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. അപ്പോൾ ബട്ടർ എന്തായാലും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കാത്ത ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പിസയുടെ പാന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് നന്നായിട്ട് അടച്ച് വെക്കുക. എന്നിട്ട് വെയിറ്റ് ഉള്ളത് എന്തെങ്കിലും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 15 മിനിറ്റ് അല്ലാന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചിട്ട് എടുക്കാം. അപ്പോൾ കറക്റ്റ് ഒരു 15-20 മിനിറ്റ് കൊണ്ട് നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ട് കഴിഞ്ഞു. നല്ല ക്രീമി ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ. സൈഡൊക്കെ കറക്റ്റായിട്ട് മുരിഞ്ഞ് വന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള പിസ്സയായിരുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറിഗാനൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പിസ്സയുടെ ടേസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ചീസിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് സോസ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്തിട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. പിന്നെ ഈ ഒരു പിസ്സയുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാതെ പോകരുത് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്യാം. എല്ലാത്തിൻ്റെയും ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിസ്സയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നാളെ അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ്. ബൈ.